എറണാകുളം പറവൂരിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപം ആനയിടഞ്ഞു. 3 പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ആന ഇപ്പോഴും തളയ്ക്കാനായിട്ടില്ല എന്നാണ് അറിയുന്നത്. ആനപ്പുറത്ത് പാപ്പാനുമുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിതിൻ സേവർ വിവരങ്ങൾ നൽകും. നിതിൻ, ആനയെ തളച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഈ സ്റ്റാൻഡിന് പരിസരത്ത് പരിഭ്രാന്തി പരത്തിക്കൊണ്ട് ആന തുടരുകയാണോ? ദിവ്യ, ആനയെ നിലവിൽ തളച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അതായത് ആന വീണ്ടും തിരികെ ഇങ്ങോട്ടേക്ക് ഈ ക്ഷേത്രഭാഗത്തേക്ക് ഈ ക്ഷേത്രത്തിലെ ആനയാണ്, ഇത് മൂത്തുകുന്നം ക്ഷേത്രത്തിലെ ആനയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് തന്നെ ആന ഇപ്പോൾ തിരികെ ഓടി എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ആന പക്ഷേ ഈ ആനയുടെ പുറത്തുണ്ടായിരുന്ന ആൾക്ക് ഈ പാപ്പാൻ ഇതുവരെ താഴേക്ക് ഇറങ്ങാൻ സാധിച്ചിട്ടില്ല. ആന ഏകദേശം തളച്ചു തന്നെ നമുക്കിപ്പോൾ നിലവിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇന്ന് രാവിലെ ഏകദേശം ഒരു 10 മണിയോടെയാണ് ഇത്തരത്തിൽ ആന ഇടയുകയും ഈ ബസ് സ്റ്റാൻഡിന് സമീപം, പറവൂർ ബസ് സ്റ്റാൻഡിന് സമീപം വെച്ച് ആന ഇത്തരത്തിൽ ഓടുകയുമായിരുന്നു. അതായത് ഈ പോകുന്ന വഴിക്ക് ആന പല വാഹനങ്ങളും കുത്തിമറിച്ചിട്ട് വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ ബൈക്ക് യാത്രക്കാരനും ഓട്ടോറിക്ഷയിലുണ്ടായിരുന്നവർക്കും ഒക്കെ പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഈ ആന ഈ ദേശീയപാതയിലൂടെ കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് ഓടുകയായിരുന്നു. അതിനുശേഷമാണ് ആന പിന്നീട് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ തിരികെ ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്ര പരിസരത്തേക്ക് തന്നെ ആന എത്തിയിട്ടുണ്ട് നിലവിൽ. പക്ഷേ ഈ എലിഫന്റ് സ്ക്വാഡും പോലീസും അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഈ പാപ്പാന്മാരടക്കം ആനയ്ക്കൊപ്പം ആനയെ തളയ്ക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇപ്പോൾ ഏതായാലും നിലവിൽ ഈ ആന അക്രമാസക്തനല്ല, തിരികെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ മുകളിൽ ഈ ആനയുടെ മുകളിൽ ഇപ്പോഴും ഈ പാപ്പാനിരിക്കുന്നുണ്ട്. പക്ഷേ അയാളെ താഴേക്കിറക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നിലവിൽ ഈ ആനയെ തളച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദിവ്യ, എത്ര മണിക്കൂർ അടുത്താണ് ആനയെ തളച്ചത് നിതിൻ? ദിവ്യ, ഏകദേശം 1 മണിക്കൂറോളമാണ് ആന ഇത്തരത്തിൽ അക്രമാസക്തനായ റോഡിൽ കൂടി ഓടിയത്. 10 മണിയോടെയാണ് ആന ഈ പറവൂർ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിന്നും ഇത്തരത്തിൽ അക്രമാസക്തനായി ഓടിയത്. പോകുന്ന വഴിക്ക് ഈ ആന ബൈക്കുകളും കാറുകളും റോഡിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ തന്നെ കുത്തിമറിച്ചിടുകയായിരുന്നു. ഈ കുത്തിമറിച്ചിട്ടതിനിടയിൽ ആനയുടെ കൊമ്പിനും പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. ഏതായാലും നിലവിൽ ഈ ആനയെ ഏകദേശം 1 മണിക്കൂർ, അതായത് ഇപ്പോൾ 11 മണിയായപ്പോൾ ഇപ്പോഴാണ് ഈ ആന ഇങ്ങോട്ടേക്ക് ക്ഷേത്രഭാഗത്തേക്ക് തന്നെ തിരികെ ഓടിയെത്തിയത്. ഏതായാലും നിലവിൽ ഈ ആന ഇവിടെയുണ്ട്. പക്ഷേ ഇപ്പോഴും അതിൽ പൂർണ്ണമായും ശാന്തനാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് എലിഫന്റ് സ്ക്വാഡ് തരുന്നില്ല. ആനയെ തളച്ചിട്ടുണ്ടെങ്കിലും നിതിൻ, ആന ശാന്തനായിട്ടില്ലെന്ന് വേണം ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ഒരുപക്ഷെ ആന ശാന്തനായാൽ മാത്രമേ പാപ്പാനും പുറത്തിറങ്ങാൻ കഴിയുള്ളൂ, അല്ലേ? തീർച്ചയായും നമുക്ക് അങ്ങനെയാണ് കഴിയുന്നത്. ഈ ആളുകളടക്കം ഇവിടെ ഒരുപാട് ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഷെഞ്ചേട്ടാ, ഇപ്പം എന്താണ് ഇത് സംഭവം ഉണ്ടാവുന്നത്? പറവൂരിലെ പ്രൈവറ്റ് സ്റ്റാൻഡ് അല്ല, KSR സ്റ്റാൻഡ് അടുത്ത് വെച്ചാണ്. അവിടെ ഒരു 2-3 വാഹനങ്ങൾ തകർത്തു. അതിലൊരു പെട്ടി ഓട്ടോറിക്ഷ, ഒരു ഓട്ടോറിക്ഷയൊക്കെ ഇതിൽ പെടും. ഒരു ബൈക്കാരനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പരിക്കേറ്റിട്ടുണ്ട്. അവിടെ നിന്ന് ആന വീണ്ടും പറവൂരിലെ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഓടിയിട്ട് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ നിന്നിരിക്കുകയാണ്. നിലവിൽ ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല. അവിടെ നിന്ന് ഈ ഒരു സംഭവം നടന്ന ആ സ്ഥലത്ത് നിന്ന് ഇവിടെ വരെ 4 കിലോമീറ്റർ ഉണ്ട്. അവിടെ നിന്ന് ഇതുവരെയും അങ്ങനെ തന്നെയാണ്. ദിവ്യ, നമുക്ക് ആ ദൃശ്യം കാണാം. മുകളിലുണ്ടായിരുന്ന ആളെ ഇപ്പോൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ആളെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഹ്ലാദമാണ് കയ്യടിയിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രകടിപ്പിച്ചത്. ഏതായാലും ആനയുടെ പുറത്തുണ്ടായിരുന്ന ആളെ താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. അത് ആനയുടെ പാപ്പാനായിരുന്നു എന്നാണ് നമുക്ക് കരുതുന്നത്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ ആന ഈ ക്ഷേത്രത്തിൽ തന്നെ ആനയാണ്. അത് ഇപ്പോഴും ഒരു പൂർണ്ണമായും ശാന്തനല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും ആനയെ തളച്ചു എന്ന് തന്നെയാണ്. ഈ പോലീസും എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ളവർ ഇവിടെ ഉണ്ട്. ഈ നിരവധി ആളുകൾ ഇവിടെ ഈ കാഴ്ച കാണാനായിട്ട് നിരവധി ആളുകൾ ഇവിടെ, ഈ നാട്ടുകാരടക്കം നിരവധി ആളുകൾ ഇവിടെ ഈ കാഴ്ച കാണാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ആനയെ നിലവിലിപ്പോൾ തളച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആനയുടെ ചങ്ങലകളെല്ലാം തന്നെ ഇട്ടിട്ടുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. എലിഫന്റ് സ്ക്വാഡും പോലീസും അടക്കം ഇവിടെ ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ട്. ഏതായാലും ഈ ആളുകളെയൊക്കെ തന്നെ എലിഫന്റ് സ്ക്വാഡും പോലീസും ചേർന്ന് ഇവിടെ നിന്ന് ഒഴിപ്പിക്കുന്നുണ്ട്. ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ആളെ പുറത്ത് താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. ദിവ്യ, നിതിൻ, മതപ്പാടുള്ള ആനയായിരുന്നോ? അത്തരം കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് നമുക്ക്. കാരണം ഈ ആനയുമായി ബന്ധപ്പെട്ടവരുള്ളൊക്കെ ആനയുടെ അടുത്താണുള്ളത്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കില്ല. ഈ എലിഫന്റ് സ്ക്വാഡ് നമ്മളെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല. ഇവിടെ നിന്ന് മാറണമെന്നാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഇതിൽ അല്പസമയത്തിനകം തന്നെ എലിഫന്റ് സ്ക്വാഡ് അടക്കമുള്ളവർ ഒരു വ്യക്തത തരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതപ്പാടുള്ള ആനകൾ അടക്കമുള്ള കാര്യങ്ങളിൽ
ഈ എലിഫന്റ് സ്ക്വാഡ് അല്ലെങ്കിൽ ക്ഷേത്ര ഭാരവാഹികൾ നമുക്കൊരു വ്യക്തത അല്പസമയത്തിനകം തരുമെന്നാണ് കരുതുന്നത്. നിലവിൽ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട്. ഏതായാലും ഈ ആനയുടെ കൊമ്പിന് പരിക്കേറ്റിട്ടുണ്ട്. ഈ വാഹനങ്ങൾ കുത്തിമറിച്ചിടാൻ ശ്രമിച്ചതിനിടയ്ക്ക് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്നുമുണ്ട്. ഏതായാലും നിലവിൽ ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ആളെ ഏകദേശം 1 മണിക്കൂറിലധികം അയാൾ ഈ ആനപ്പുറത്ത് തന്നെയായിരുന്നു. അപ്പോൾ അയാളെ ഇപ്പോൾ താഴേക്ക് ഇറക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇവിടെ പോലീസും അല്ലെങ്കിൽ പാപ്പാന്മാരും ഈ എലിഫന്റ് സ്ക്വാഡും ഒക്കെ. ഏതായാലും നിലവിൽ ഇവിടുത്തെ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഈ ആനയെ ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ആനയുടെ കാര്യങ്ങൾ പ്രാഥമികമായ പരിശോധന അടക്കം നടത്താൻ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാണ് ദിവ്യ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. യെസ് നിതിൻ, ആനയെ എഴുന്നള്ളത്തിനോ മറ്റോ കൊണ്ടുപോകുമ്പോഴായിരുന്നു ഇടഞ്ഞത്. നിലവിൽ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ആനയെ കുളിപ്പിക്കാനോ മറ്റോ ഈ പുറത്തേക്ക് ഇറക്കിയപ്പോൾ ആണ് ഇത്തരത്തിലൊരു ഇതുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ ആനയാണ്. ഈ ക്ഷേത്രത്തിൽ തന്നെ ഉള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആനയാണ്. അപ്പോൾ ഈ ആനയെ ഇങ്ങനെ പുറത്തേക്ക് ഇത്തരം എന്തോ ആവശ്യത്തിന് അല്ലെങ്കിൽ കുളിപ്പിക്കാനോ മറ്റോ പുറത്തേക്ക് കൊണ്ടുപോയതാണ്. അത്തരം ഒരു സമയത്താണ് ഈ ആന ഇങ്ങനെ ഇത്തരത്തിൽ അക്രമാസക്തനായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഈ ആന ഈ റോഡിലൂടെ ഇങ്ങനെ ഓടുകയായിരുന്നു. ഓടുന്ന വഴിക്ക് വാഹനങ്ങളിലൊക്കെ തന്നെ വലിയ തോതിൽ കേടുപാടുകളുണ്ടാക്കി. ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആളുകൾക്ക് പരിക്കുണ്ട്. ഇതിൽ തുടക്കത്തിൽ ഒരാളുടെ നില ഗുരുതരമാണെന്നാണ് അറിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ആശുപത്രിയിൽ പ്രവേശിച്ചവരൊക്കെ ഏകദേശം ഓക്കെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത് മാത്രമാണ് നിലവിൽ ഇവിടെ ഈ ആന ഇടഞ്ഞത് മൂലമുള്ള പ്രശ്നമുണ്ടായത്. മറ്റ് വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഈ 1.5 മണിക്കൂറോളമായി ഈ ആനപ്പുറത്തുണ്ടായിരുന്ന ആളെയും പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വലിയ ആശ്വാസവുമുണ്ട്. നിലവിൽ ആന ശാന്തനാണെന്നാണ് മനസ്സിലാക്കുന്നത്. എലിഫന്റ് സ്ക്വാഡും പോലീസും അടക്കമുള്ളവരൊക്കെ തന്നെ വലിയ തോതിൽ ഈ കഴിഞ്ഞ 1 മണിക്കൂറായി ആനയെ തളയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പാപ്പാന്മാരും ഇത്തരത്തിലുള്ള ശ്രമത്തിലായിരുന്നു. ഏതായാലും നിലവിൽ ആനയെ തളച്ചിട്ടുണ്ട്. ഈ ആനയുടെ മുകളിലുണ്ടായിരുന്ന ആളെ താഴെ ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം പറവൂർ നേരത്തിലുള്ള ആളുകൾക്ക് തന്നെ വലിയ ഭീതിയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ദിവ്യ, യെസ് നിതിൻ, അവിടെ പരിസരത്തുള്ള പ്രദേശവാസികളായ 3 പേർക്ക് തന്നെയാണോ പരിക്കേറ്റത്? നിലവിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. ഈ പ്രദേശവാസികളായ ആളുകൾ ഇവിടെ വാഹനത്തിൽ പോവുകയായിരുന്ന ആളുകളായിരുന്നു. അതായത് ഓട്ടോറിക്ഷയിലും ബൈക്കിലുമൊക്കെ പോവുകയായിരുന്ന ആളുകളായിരുന്നു. അങ്ങനെയുള്ളവർക്കാണ് നിലവിൽ പരിക്കേറ്റിട്ടുള്ളത്. അതിനുശേഷം ഇവരെ ഉടൻ തന്നെ ആശുപത്രിയിലടക്കം പ്രവേശിപ്പിച്ചിട്ടുമുണ്ട്. ഏതായാലും ഈ വാഹനങ്ങളിൽ പോവുകയായിരുന്ന ആളുകൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ആന മറ്റ് ആളുകൾക്ക് നേരെ ആക്രമണമൊന്നും നടത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഈ വാഹനങ്ങളിൽ പോവുകയായിരുന്ന ആളുകളെ അല്ലെങ്കിൽ വാഹനങ്ങൾ ആക്രമിച്ചപ്പോൾ അതിലുണ്ടായിരുന്ന ആളുകൾക്ക് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും നിലവിൽ മറ്റ് കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ നിന്ന ആളുകൾക്ക് ഈ വിഷ്വലുകൾ എടുക്കുന്ന അല്ലെങ്കിൽ വിഷ്വലുകൾ എടുക്കുന്നതിനൊരു തടസ്സം പറയുന്നുണ്ട്. ആനയുടെ വിഷ്വൽ എടുക്കരുതെന്നും മറ്റും ഈ എലിഫന്റ് സ്ക്വാഡ് നമ്മളോട് പറയുന്നുണ്ട്. ഏതായാലും നിലവിൽ ഈ ആന പൂർണ്ണമായും ഒക്കെയാണ് എന്നാണ് എലിഫന്റ് സ്ക്വാഡിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ആനയെ തളച്ചിരിക്കുകയാണ്. എറണാകുളം പറവൂരിലാണ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപം ആനയിടഞ്ഞത്. 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിലൊരാളുടെ നില ഗുരുതരമെന്നാണ് അറിയുന്നത്. ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്താണ് ആനയെ തളക്കാൻ കഴിഞ്ഞത്. നിതിൻ സീവറാണ് വിവരങ്ങൾ നൽകിയത്.